നമസ്കാരം. നമ്മുടെ രാജ്യത്ത് ജനങ്ങളെല്ലാം ഉപയോഗിക്കുന്ന മൊബൈൽ നെറ്റ്വർക്കിംഗ് സർവീസ് ഉണ്ട്. അതായത് എയർടെൽ, ജിയോ, വോഡഫോൺ ഉൾപ്പെടെയുള്ള സിം കാർഡുകൾക്കൊക്കെ വില കൂടിയിട്ടുണ്ട്. അവർക്കൊക്കെ അതിനുള്ള താരിഫുകൾ തന്നെ ഇപ്പോൾ എയർടെൽ, വോഡഫോൺ, ജിയോ ഉൾപ്പെടെയുള്ള ആഹ്, നമ്മുടെ ഈ മൊബൈൽ ഫോണിൻ്റെയൊക്കെ സിം നെറ്റ്വർക്കിംഗ് സർവീസ് ടീമുകളൊക്കെ അതിൻ്റെ താരിഫുകൾ വർദ്ധിച്ചിട്ടുണ്ട് എന്ന് തന്നെ വ്യക്തമാണ്. അത് ജനങ്ങൾക്ക് തന്നെ ഈ ഒരു അവസരത്തിൽ ഒരു വലിയൊരു അടിയാണ് ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ BSNL സംരക്ഷിക്കാനായിട്ട് 2014 മുതൽ നരേന്ദ്രമോദി സർക്കാർ വലിയ തോതിൽ ഒരു ശ്രമങ്ങൾ നടത്തി വരികയാണ്. ഇപ്പോൾ നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഒരു പ്രവർത്തനത്തിന്റെ ഫലമായി അദ്ദേഹത്തിന്റെ ഇടപെടൽ കൊണ്ട് BSNL ജിയോയ്ക്കും എയർടെലിനും വോഡഫോണിനും അതുക്കും മേലെ കൊണ്ടുവരാനായിട്ട് ടാറ്റ, നമ്മുടെ രത്തൻ ടാറ്റയുടെ കൈകോർത്ത്, നമ്മുടെ രത്തൻ ടാറ്റയുടെ സംരംഭമായ ടാറ്റയുമായി കൈകോർത്ത് BSNL വിത്ത് രത്തൻ ടാറ്റ അങ്ങനെ ഉൾപ്പെടെ രണ്ടുപേരും കൂടെ സംയോജിപ്പിച്ചുകൊണ്ട് രാജ്യത്തെ പൊതുമേഖല സർവീസ് പ്രൊവൈഡറായ BSNLും ടാറ്റ കൺസൾട്ടൻസി സർവീസും തമ്മിൽ 1500 കോടി രൂപയുടെ കരാറിൽ ഏർപ്പെടാൻ പോകുന്നു എന്നൊരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഈ വാർത്ത മറ്റ് സർവീസ് പ്രൊവൈഡർമാരെയെല്ലാം ഞെട്ടിച്ചു എന്ന് തന്നെ പറയാം. ഒരു കാലത്ത് ടാറ്റ ഡോകോമോയിലൂടെ ടാറ്റ നടത്തിയ മായാജാലം പുതിയ കൂട്ടുകെട്ടിലും ആവർത്തിക്കുമെന്ന പ്രതീക്ഷയിലാണ് രാജ്യത്തെ മൊബൈൽ ഉപഭോക്താക്കളെല്ലാം തന്നെ ഇരിക്കുന്നത്. ടാറ്റയും BSNLും കൂടെ കൈകോർക്കുന്നതോടുകൂടി വലിയ തോതിൽ ഒരു മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. പക്ഷെ ആ മാറ്റങ്ങളെല്ലാം തന്നെ മറ്റ് സർവീസ് പ്രൊവൈഡർമാർക്ക്, അതായത് എയർടെൽ, ജിയോ ഉൾപ്പെടെയുള്ളവർക്ക് കനത്ത തിരിച്ചടി, കനത്ത പ്രഹരം ഉണ്ടാകുമെന്ന് വ്യക്തമാണ്. കാരണം ഇപ്പോൾ BSNLിന്റെ താരിഫ് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാം വില കുറവുകളാണ്. കാരണം ഒരു ദിവസത്തേക്ക് തന്നെ 16 രൂപ ഒക്കെയാണ് ഡേറ്റ നെറ്റ്വർക്ക്, കാരണം അൺലിമിറ്റഡ് കോൾ ഉൾപ്പെടെയുണ്ട്. പക്ഷെ എയർടെൽ, ജിയോ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അതിന് ഒരു ദിവസത്തേക്ക് തന്നെ ഡേറ്റയുടെ എമൗണ്ട് എന്ന് പറഞ്ഞാൽ 28 രൂപയൊക്കെയാണ് എയർടെലൊക്കെ നമ്മൾ ഈടാക്കുന്നത്. അപ്പം അത്രയും ഒരു വ്യത്യാസം BSNLും എയർടെലും ജിയോ ഒക്കെ നിലനിൽക്കുന്നുണ്ട്. അപ്പം ടാറ്റയും കൂടെ വരുന്നതോടുകൂടി BSNL കുറച്ചും കൂടെ 4G 5G ഉൾപ്പെടെയുള്ള നെറ്റ്വർക്കിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ സ്വകാര്യ സർവീസ് പ്രൊവൈഡർമാർക്ക് കനത്ത തിരിച്ചടിയാകുമെന്നതിൽ ഒരു സംശയവുമില്ല. ഇന്ത്യയിലെ 1000 ഗ്രാമങ്ങളിലേക്ക് കൂടി 4G എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ പുത്തൻ തന്ത്രവുമായാണ് രത്തൻ ടാറ്റ കളത്തിലിറങ്ങുന്നത്. നിലവിൽ 4G വിപണിയിൽ വമ്പന്മാർ ജിയോയും എയർടെലും ആണ്. കഴിഞ്ഞ മാസമാണ് ജിയോയുടെ റീചാർജ് പ്ലാനുകൾ വലിയൊരു വിലവർധനവുണ്ടാക്കി ജനങ്ങൾക്ക് മേൽ പ്രഹരം ഉണ്ടാക്കിയത്. പിന്നാലെ വോഡഫോൺ, ഐഡിയ ഉൾപ്പെടെയുള്ളവർ വർദ്ധിച്ചു. എയർടെൽ എന്നിവരും സമാന രീതിയിൽ വലിയ തോതിൽ തന്നെ അവരുടെ പ്ലാൻ വർദ്ധിക്കുന്ന ഒരു അവസ്ഥയിലേക്കുണ്ടായി. ഈ മാസം 3 മുതലാണ് പുതിയ നിരക്കുകളെല്ലാം തന്നെ പ്രാബല്യത്തിൽ വന്നത്. പുതിയ വില വർധനവ് കോടിക്കണക്കിന് ഉപഭോക്താക്കൾക്ക് കനത്ത പ്രഹരമായി എന്ന് തന്നെ എടുത്തു പറയണം. ചാർജ് വർധനവിന്റെ പശ്ചാത്തലത്തിൽ ഉപഭോക്താക്കളിൽ ഒരു കൂട്ടം BSNLിലേക്ക് മാറിയതായാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ഡൽഹി, മുംബൈ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ബോയ്കോട്ട് എയർടെൽ അല്ലെങ്കിൽ ജിയോ ഉൾപ്പെടെയുള്ളവരെ മാറ്റി നിർത്തി BSNL 4G പ്ലാൻ എടുക്കുക, BSNLിലേക്ക് പോവുക, പോർട്ട് ടു BSNL എന്ന ഒരു വലിയ തോതിലുള്ള ഒരു ക്യാമ്പയിൻ നോർത്ത് ഇന്ത്യൻ ഭാഗങ്ങളിൽ ഉണ്ടായെന്ന് തന്നെ വ്യക്തമാണ്. 4G സേവനം വിപുലീകരിക്കാനായി ഇന്ത്യയിലെ ചില മേഖലകളിൽ TCS വലിയ ഡേറ്റാ സെന്ററുകൾ സ്ഥാപിക്കുകയാണെന്ന് കമ്പനി വ്യക്തമാക്കുന്നുണ്ട്. 4Gക്കായി 9000 ടവറുകളാണ് ഇതിനകം BSNL സ്ഥാപിച്ചിട്ടുള്ളത്. ഇത് 1 ലക്ഷമായി ഉയർത്തുകയാണ് ടാറ്റയുടെ ഏറ്റവും വലിയ ലക്ഷ്യം. BSNLിന്റെ 4G നിലവിൽ തിരഞ്ഞെടുത്ത സർക്കിളുകളിൽ മാത്രമേ ലഭിക്കുകയുള്ളൂ. ഇന്ത്യയിലെ എല്ലാ സർക്കിളുകളിലും BSNLിന്റെ 4G കിട്ടുന്നില്ല. സർക്കാരിന്റെ ആത്മനിർഭയമനുസരിച്ച് തദ്ദേശ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് സർക്കാർ ഉടമസ്ഥയിലുള്ള BSNL ഓഗസ്റ്റ് മുതൽ 4G ആരംഭിക്കുമെന്നാണ് ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും സർവീസ് പ്രൊവൈഡർ രംഗത്തേക്കുള്ള ടാറ്റയുടെ പുനഃപ്രവേശത്തിൽ വിപ്ലവകരമായ ഒരു മാറ്റം അല്ലെങ്കിൽ വിപ്ലവകരമായ ഒരു മുന്നേറ്റം ഉണ്ടാകുമെന്നതും അത് മറ്റ് സർവീസ് പ്രൊവൈഡർ നെറ്റ്വർക്കുകൾക്ക് കനത്ത തിരിച്ചടി അല്ലെങ്കിൽ കനത്ത പ്രഹരമാകും. ഒരർത്ഥത്തിൽ BSNL ടാറ്റ രംഗപ്രവേശനം ചെയ്യുന്നതോടുകൂടി, അതായത് ടാറ്റ BSNLുമായി കൈകോർക്കുന്നതോടുകൂടി വലിയ തോതിൽ ഉപഭോക്താക്കൾ ജിയോ, എയർടെൽ, വോഡഫോൺ ഉൾപ്പെടെയുള്ളവരെയൊക്കെ ബോയ്ക്കോട്ട്, അവരെയൊക്കെ നിരോധിച്ചുകൊണ്ട് BSNLിലേക്ക് പോർട്ട് ചെയ്യാനുള്ള സാഹചര്യം കൂടുതലാണ് എന്നാണ് ടെലികോം മേഖലയിലുള്ളവരുടെ വിദഗ്ധരുടെ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്.